السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, കഴിഞ്ഞ ആഴ്ചയിലെ ദർസിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള, അല്ലാഹുവിനെ അനുസരിച്ച് സൂക്ഷിച്ച് ജീവിതം ജീവിക്കുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരുക്കിയിട്ടുള്ള സ്വർഗത്തെ സംബന്ധിച്ച്, അവർക്കുള്ള പ്രതിഫലമായിട്ടുള്ള സ്വർഗത്തെ സംബന്ധിച്ച് നാം കേൾക്കുകയുണ്ടായി. ഖുർആനിലും ഹദീസിലും സ്വർഗത്തെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ള സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും സുഖസൗകര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരാമർശിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ച് ജീവിക്കുന്ന കുഫാറുകൾക്ക്, ഫാജിരീങ്ങൾക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള നരകത്തെ സംബന്ധിച്ചിട്ടാണ്. നരകത്തിൻ്റെ വിശേഷണങ്ങളും അവിടെയുള്ള ശിക്ഷകളും സംബന്ധിച്ചാണ്. ഒരു മുഅ്മിൻ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഭയവും പ്രതീക്ഷയും ഒരുപോലെ ഉണ്ടാകേണ്ട ആളാണ്. അവൻ നന്മ ചെയ്താലും അവന് ഭയവും പ്രതീക്ഷയും ഉണ്ടാവണം, പാപം ചെയ്താലും ഭയവും പ്രതീക്ഷയും ഉണ്ടാവണം. നന്മ ചെയ്താൽ ഭയം എന്താണ്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കുമോ? പ്രതീക്ഷ എന്താണ്? ഇത് സ്വീകരിക്കും എന്നുള്ളത്. പാപം ചെയ്താലുള്ള ഭയവും പ്രതീക്ഷയും എന്താണ്? ഭയം ഈ പാപത്തിന് എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം. പ്രതീക്ഷ എന്താണ്? ഞാൻ തൗബ ചെയ്ത് മടങ്ങിയാൽ ഇത് പുറത്ത് നൽകും എന്നുള്ള പ്രതീക്ഷ. അതുപോലെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിഷയത്തിൽ, സ്വർഗത്തിലും ഭയവും പ്രതീക്ഷയുമുണ്ട്, നരകത്തിലും ഭയവും പ്രതീക്ഷയുമുണ്ട്. സ്വർഗത്തെ സംബന്ധിച്ച് ഭയവും പ്രതീക്ഷയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗം നഷ്ടപ്പെടുമോ, എനിക്ക് ലഭിക്കാതിരിക്കുമോ എന്നുള്ള ഭയം, അത് ലഭിക്കണം എന്നുള്ള പ്രതീക്ഷ, ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ. നരകവും അതുപോലെ തന്നെ, നരകത്തിൽ പ്രവേശിക്കപ്പെടുമോ എന്നുള്ള ഭയം, അതിൽ നിന്ന് രക്ഷ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ. ചുരുക്കി പറഞ്ഞാൽ, സ്വർഗത്തിൽ നമുക്ക് ഏറ്റവും പ്രതീക്ഷ വെക്കാവുന്നതും നരകത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. അഥവാ സ്വർഗം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടാവണം, നരകത്തിൽ അകപ്പെടുമോ എന്നുള്ള ഭയവും ഉണ്ടാവണം. അപ്പോൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് ആ സ്വർഗം ലഭിക്കാനുള്ള ആഗ്രഹത്താൽ, അതിനോടുള്ള താല്പര്യത്താൽ, അത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാൽ നമുക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും നമ്മൾ സംഭവിച്ചു പോകുന്ന അശ്രദ്ധയും പാപങ്ങളുമെല്ലാം ഒഴിവാക്കാനുമൊക്കെ പ്രേരകമാകുന്ന കാര്യമാണ്. അഥവാ പ്രതീക്ഷ എന്നുള്ള ആ ഒരു കാര്യം, അത് മനുഷ്യന് രണ്ട് ഖുവ്വത്തുണ്ടാകുന്നതാണ്. ഒന്ന് ഒരു കാര്യം ചെയ്യാനുള്ളതും, ഒന്നൊരു കാര്യം ഒഴിവാക്കാനുള്ളതും. അപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ള, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ തരത്തിലുള്ള പ്രേരണ സ്വർഗത്തെക്കുറിച്ച് അറിയുന്നതിലൂടെ കൂടുതൽ നമുക്ക് ലഭിക്കും. നരകത്തെക്കുറിച്ച് അറിയുന്നതിലൂടെ സംഭവിച്ചു പോകുന്ന പാപങ്ങൾ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി, അതിൽ നിന്ന് പിന്തി നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണയും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നാം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അത് ഖുർആൻ പാരായണത്തിലൂടെ ആണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ആണെങ്കിലും, അല്ലെങ്കിൽ നരകത്തെയും സ്വർഗത്തെയും പറ്റി പരാമർശിക്കുന്ന കിതാബുകൾ വായിച്ചോ ദർസുകൾ കേട്ടോ ഈ ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കണം. കാരണം മനുഷ്യൻ മറന്നു. ചിലപ്പോൾ നമ്മൾ എത്രയോ കേട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ ഖുർആൻ നമ്മൾ ആയത്തുകൾ എത്രയോ ഓതിയതായിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ അത് നമ്മുടെ കൽബിനെ മാറ്റിമറിക്കുന്ന, ആദ്യമായി നമ്മൾ ഖുർആനിൽ കാണുന്ന ആയത്ത് പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ സ്വർഗവും നരകവും പറ്റിയുള്ള കാര്യങ്ങൾ ചില സമയത്ത് കേൾക്കുമ്പോൾ അത് ആദ്യമായിട്ട് കേൾക്കുന്ന ആയത്ത് പോലെ തോന്നും. അതുകൊണ്ട് ഇത് ആവർത്തിച്ച് ഓർമ്മിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പരലോകം എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കാനും, എന്തിൽ നിന്നാണോ അവൻ ഭയപ്പെടുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാനും അത് കാരണമാകും. നരകത്തെ സംബന്ധിച്ച്, നരകത്തിന് വ്യത്യസ്ത പേരുകൾ ഖുർആനിലും ഹദീസിലുമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ചില പേരുകൾ, ഒന്ന് അന്നാർ എന്നുള്ളതാണ്.
സൂറത്ത് ആല ഇമ്രാനിലെ 192 ആയത്തിലെല്ലാം കാണാം റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു എന്നുള്ളത്. അന്നാർ എന്നുള്ള പദം നരകത്തിൻ്റെ പേരായി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു നാമം ജഹന്നം, ജഹന്നം എന്നുള്ള പേര് വന്നിട്ടുണ്ട്. സൂറത്തുൽ ഹിജ്റിലെ 43 ആയത്തിൽ വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ. മറ്റൊന്ന് സൂറത്തുൽ മആരിജിലെ 15 ആയത്തിൽ ലവ എന്നുള്ള പേര് വന്നിട്ടുണ്ട്. കല്ല ഇന്നഹ ലവ എന്നുള്ളത് അത് വിശേഷണമായിട്ടും പേരായിട്ടൊക്കെ വരുന്നതാണ്. മറ്റൊന്ന് സഖർ എന്നുള്ള പേരിൽ കാണാം. സഖർ സൗസ്ലീഹി സഖർ, അങ്ങനെ സഖറിലിട്ട് കരിച്ചു കളയുന്നതാണ്, കത്തിക്കുന്നതാണ്. സൂറത്ത് മുദ്ദസിറിലെ 26 ആയത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ഹുതമ, അൽ ഹുതമ എന്ന നരകത്തിൻ്റെ ഭയാനകമായ തീയിൻ്റെ ഒരു ഭാഗമായിട്ട് അൽ ഹുതമ എന്നുള്ള നാം വന്നിട്ടുണ്ട്. സൂറത്തുൽ ഹുമസയിൽ 4 ആയത്തിലെല്ലാം അത് കാണാം. ആ ഒരു ഹുതമയെ പറ്റിയാണ് നാറുല്ലാ എന്ന് അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. കല്ല ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ. അള്ളാഹുവിൻ്റെ തീ എന്ന് അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത് ഹുതമ എന്ന പേര് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ അൽ ജഹീം, സൂറത്തുൽ ശുഅറായിലെ 91 ആയത്തിൽ അൽ ജഹീം എന്ന പേര് വന്നിട്ടുണ്ട്. അതുപോലെ അസ്സഈർ, സൂറത്തുൽ ശൂറയിലെ 7 ആയത്തിൽ ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ എന്നുള്ള നാമത്തിൽ. 8 ഒന്ന് അൽ ഹാവിയ എന്നുള്ള നാമം വന്നിട്ടുണ്ട്. സൂറത്തുൽ ഖാരിയയിലെ 9 ആയത്തിലെല്ലാം ഫ ഉമ്മുഹു ഹാവിയ എന്ന് കാണാം. അതുപോലെ ഹദീസിലും ഹാവിയ എന്നുള്ള നാമം വന്നിട്ടുണ്ട്. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽ ഖത്ലു ഫീ സബീലില്ലാഹ് യുകഫിറു ദുനൂബ കുല്ലഹ ഇല്ലൽ അമാന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്ന ആളുടെ പാപങ്ങളെല്ലാം ആ കൊല്ലപ്പെടുന്നതിലൂടെ, ഷഹീദാകുന്നതിലൂടെ പ്രായശ്ചിത്തമാക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ അമാനത്തിൽ വീഴ്ച വരുത്തിയ, അമാനത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യത്തിലും മറ്റുമെല്ലാം വഞ്ചന കാണിച്ചതൊഴികെ അവനോട് നാളെ പരലോകത്ത് അവനോട് അവൻ്റെ അമാനത്തിൻ്റെ കാര്യം ചോദിക്കപ്പെടുകയും അവനോട് പറയും ഇദ്ഹബൂ ബിഹി ഇലൽ ഹാവിയ, ആ അമാനത്തിൻ്റെ കാര്യവുമായിട്ട് ഹാവിയയിലേക്ക് പോവുക, നരകത്തിലേക്ക് പോവുക എന്ന് പറയുകയും പിന്നെ നരകത്തിൽ പോയി വീഴുകയും ചെയ്യുന്ന ഹദീസിലും ആ നാമം വന്നിട്ടുണ്ട്. ഇനി നരകത്തിൻ്റെ വിശേഷണങ്ങൾ, അതിൻ്റെ രൂപം, അതിൻ്റെ ഭയാനകത, ആ നിലക്കൊക്കെ ധാരാളം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നരകത്തിൻ്റെ ഒരു ഭയാനകതയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉരിദത് അലയ്യ അന്നാർ, നരകം എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി. ഫഅഖ്ബല ഇലയ്യ മിൻഹാ ഷൈഉൻ ഹത്താ ദനാ ബിമകാനി ഹാദാ, ആ നരകത്തിൽ നിന്ന് എന്തോ ഒരു വസ്തു അല്ലെങ്കിൽ എന്തോ ഒരു ഭാഗം അല്ലെങ്കിൽ ചെറിയ കാര്യം എൻ്റെ അടുക്കലേക്ക്, ഞാനീ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് പോലെ ഈ അടുത്ത് വരെ എത്തുകയുണ്ടായി. ഫഖശീതു അൻ തഗ്ശാക്കും, സഹാബികളോട് പറയാണ്, ഞാൻ ഭയപ്പെട്ടു അതെങ്ങാനും നിങ്ങളെ ബാധിക്കുമോ, സഹാബികളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, റബ്ബി വ അന ഫീഹിം, റബ്ബേ ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ട്. ഫസറഫഹ അൻകും, അങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു നിങ്ങളിൽ നിന്ന് നീക്കി. ഫഅദ്ബറത് ഖിത്അൻ കഅന്നഹ സറാബിയു, അത് പതുപതുത്ത് പോകുന്ന അല്ലെങ്കിൽ നുരുമ്പി പോകുന്ന ഒരു വസ്തു പോലെ അതിനെ നീക്കം ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ നരകത്തിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗത്തിൻ്റെ കാര്യം തന്നെയാണ് മൊത്തത്തിൽ ആളുകളെ ബാധിക്കുമോ അല്ലെങ്കിൽ അവരെ മൂടുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത്. സ്വഹാബികൾ നരകത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു സ്വഹാബിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, നരകത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നരകത്തെ എങ്ങാനും നീ കണ്ടാൽ നിൻ്റെ ഖൽബ് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോകുമെന്ന്, ഭയം കാരണത്താൽ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോകും. ഇവിടെ നമ്മൾ നരകവും സ്വർഗമൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തിയത് തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ ഖൽബ് കൊണ്ട് അതിനെ കാണണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നരകത്തെപ്പറ്റി പറയുമ്പോൾ അത് നമ്മുടെ ഖൽബിൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യണം. സ്വർഗം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കുക. നമ്മളൊരിക്കലും ഒരിക്കലും എല്ലാം തികഞ്ഞ ആളുകളായിട്ട് മാറുന്നില്ല. ആണ് നമ്മൾ അൽഹംദുലില്ലാ വലിയ തൗഫീഖ് കൊണ്ട് തൗഹീദ്
തൗഹീദ് അംഗീകരിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ തൗഫീഖ് ലഭിക്കുന്നുണ്ട്. സുന്നത്തിനെ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് ലഭിക്കുന്നുണ്ട്. സലഫുകളുടെ പാത അതുമാത്രമാണ് ശരി എന്ന് മനസ്സിലാക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ടെങ്കിലും പിശാച് ഒരിക്കലും നമ്മൾ വെറുതെ വിടുന്നില്ല. പിശാച് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞ പോലെ നന്മ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ പിശാച് അവനിൽ ഉജ്ബുണ്ടാക്കിക്കൊണ്ട് അവനെ തെറ്റിക്കും. നല്ല ആളാണ്, നല്ല ഇത് ചെയ്യുന്ന ആളാണ്. ഇനി അലസമായി നടക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായ കാര്യങ്ങൾ വീഴ്ച വരുത്തി ഹറാമുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അവനെ തെറ്റിക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മെ പിടിച്ചുകൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മെ വഴികേടിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നമ്മുടെ ശത്രുവാണ് പിശാച്. അവൻ്റെ ലക്ഷ്യം എന്താ? നമ്മെ നരകത്തിലെത്തിക്കണം എന്നല്ല, ശാശ്വതമായി നരകാവകാശിയാക്കണം എന്നാണ്. നരകത്തിലൊന്നും എത്തിക്കലല്ല പിശാചിൻ്റെ ലക്ഷ്യം, ശാശ്വതമായി നരകത്തിൽ കിടക്കുന്ന ആളുകളാവണം എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയും അപ്പോൾ നമുക്കൊരു ശത്രു ഉണ്ട്, നമ്മളെ നമുക്ക് നമ്മുടെ ചില നാടുകളിലൊക്കെ ആണല്ലോ ചില ഒരു അയൽവാസി അല്ലെങ്കിൽ വേറെ നാട്ടിലൊരാൾ നമ്മുടെ ശത്രുവായിട്ട് നമ്മെ ഉപദ്രവിക്കാൻ തക്കം പാർത്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് എല്ലാ രീതിയിലുള്ള രക്ഷപ്പെടാനുള്ള മാർഗവും നോക്കും. എന്നാൽ നമ്മെ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ശത്രു എപ്പോഴും അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിക്കണം. അപ്പോൾ നരകത്തിൻ്റെ ഭയാനകത അപ്പോൾ ആ ശത്രുവിൻ്റെ ലക്ഷ്യം ഈ നരകത്തിലേക്ക് നമ്മെ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി നരകത്തിൻ്റെ വിശാലത അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം, അതിൻ്റെ വ്യാപ്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ലാ തസാലു ജഹന്നം യുൽഖാ ഫീഹാ, നരകത്തിലേക്ക് ആളുകളെ ഇട്ടുകൊണ്ടേയിരിക്കും. പരലോകത്ത് വിചാരണ കഴിഞ്ഞ ആളുകൾ ഇട്ടുകൊണ്ടേയിരിക്കും. വതഖൂൽ, നരകം ചോദിക്കും അവസാനം, ഹൽ മിൻ മസീദ്, ചോദിച്ചുകൊണ്ടേയിരിക്കും. ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ ഇനിയുണ്ടോ ഇനിയുണ്ടോ, ഇനി ആളുകളുണ്ടോ? കാരണം അത്രയും വ്യാപ്തിയുണ്ട്. ഹത്താ യദഉ റബ്ബുൽ ഇസ്സ ഫീഹാ ഖദമഹു, അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ ഖദം, കാല് ആ നരകത്തിലേക്ക് വെക്കും. ഫയൻസവി ബഅ്ദുഹാ ഇലാ ബഅ്ദിൻ ഫതഖൂൽ, അങ്ങനെ നരകത്തിൻ്റെ ആ കാല് വെക്കുമ്പോൾ ഒരു ഭാഗം മറ്റേ ഭാഗത്തിലേക്ക് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഫതഖൂൽ, അപ്പോൾ നരകം പറയും, ഖത്തു ഖത്തു ബിഇസ്സതിക വകറമിക്, മതി മതി എന്ന നിലക്ക് അള്ളാഹുവിനെ മാറ്റപ്പെടുത്തിക്കൊണ്ട് നരകം പറയുമെന്നാണ്. അത്രയും വ്യാപ്തിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ള. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അശ്ശംസു വൽ ഖമറു സൗറാൻ മുക്കവ്വിറാൻ ഫിന്നാരി യൗമൽ ഖിയാമ, സൂര്യനും ചന്ദ്രനും ഒരു വളയമാക്കിക്കൊണ്ട് നരകത്തിൽ കറങ്ങുന്ന അവസ്ഥയിലുണ്ടാകുമെന്ന്. നമ്മളാലോചിച്ച് നമ്മുടെ ഒരു കാഴ്ചയിൽ വലിയൊരു സൃഷ്ടിയാണ് സൂര്യൻ എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ആ സൂര്യനെല്ലാം നരകത്തിൽ ഒരു വളയമെന്നോണം അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത് കാണാം. അപ്പോൾ അങ്ങനെ ധാരാളം അതിൻ്റെ നരകത്തിൻ്റെ വ്യാപ്തിയെ പറ്റി അറിയിക്കുന്ന അവസ്ഥയിൽ കാണാം. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്നും നമ്മുടെ മനസ്സിൽ ആലോചിച്ച് അതിനെക്കുറിച്ചുള്ള ഭയം നമ്മുടെ ഉള്ളിൽ അനന്തരമായി ഉണ്ടാകുമ്പോഴാണ് ഇതുകൊണ്ടുള്ള ഫലം നമുക്കുണ്ടാവുക. മറ്റൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശബ്ദം, സഹാബികൾ മറ്റൊരു ശബ്ദം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശബ്ദത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അത് 70 വർഷം മുമ്പായി നരകത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക്, അതിൻ്റെ താഴേക്ക് വന്നതാണ്, ഇപ്പോഴാണ് അവിടെ വന്ന് പതിച്ചത്. ഇവിടെ ഈ 70 വർഷം എന്ന് അറബിയിൽ പൊതുവെ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ 70 വർഷം കൃത്യമായി പറയാൻ, അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റിയെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അഥവാ അവസാനമില്ലാത്ത ഒരു കാലം എന്ന നിലക്ക് അറിയിക്കാൻ വേണ്ടി, അത്രയും വലിയൊരു അളവിനെ അറിയിക്കാൻ വേണ്ടി അതിനെ അറിയിക്കാറുണ്ട്. ഇനി നരകത്തിൻ്റെ തീയിൻ്റെ ചൂട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയാണ്, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നിങ്ങളുടെ തീ എന്നുള്ളത്, നമുക്ക് ദുനിയാവിലുള്ള തീ എന്നുള്ളത് നരകത്തിൻ്റെ തീയിൻ്റെ 70 ഒരു ഭാഗമാണ്. ഖീല യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയതൻ, അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അത് അത്രക്കും ഇത് ഉണ്ടാവുമോ എന്ന നിലക്കൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഫുദ്ദിലത് അലൈഹിൻ ബിതിസ്അത്തിൻ വസിത്തീന ജുസ്അൻ കുല്ലുഹുന്ന മിസ്ല ഹർരിഹ, ഈ ഒന്നിൻ്റെ
ഒന്നെന്നെ മതിയായതാണ്, ഒന്നിൻ്റെ 69 ഇരട്ടി, ഓരോ 69 അതിൻ്റെ കൂടെ ഇരട്ടിയായിട്ട് വരുമ്പോഴാണ്, അഥവാ 70 ആകാനുള്ള ഓരോ ഇരട്ടിയായിട്ട് അതേ ചൂടിൽ അത് വരുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അതുപോലെ നരകത്തിലുള്ള വില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ തണൽ എന്ന് പറയും. തണൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ചൂടിൽ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തണൽ എന്നുള്ളത്, ഒരു മേൽപ്പൂര പോലെ ലഭിക്കുന്നത്. അത് നരകത്തിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ മുർസലാത്തിലും സൂറത്തുൽ വാഖിയയിലും പറഞ്ഞ വാക്കുകൾ കാണാം. ഇൻതലിഖൂ ഇലാ ളിൻ ദീ സലാസി ശുഅബ് ലാ ദലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്. തീയിൻ്റെ ആ ഒരു തണലായിട്ട്, ഒരു തണലും ലഭിക്കാൻ പോകുന്നില്ല, എന്നാൽ അത്രയും ചൂടായിട്ടുള്ള തീജാലകളുള്ള തിലക്കുള്ള തണലുകൾ. മറ്റായത്തിൽ കാണാം, സൂറത്തുൽ വാഖിയയിൽ കാണാം, വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. ചൂടിൻ്റെ ഒരു തണൽ എന്ന് ഉദ്ദേശിക്കുന്നത് മേലെ ഉണ്ടാകുന്ന ഒരവസ്ഥ, ചൂട് നൽകുന്നതായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നബി സല്ലല്ലാഹു ഖുർആനിൽ അല്ലാഹു തആല പറയാം. നരകത്തിൻ്റെ കാറ്റിനെ സംബന്ധിച്ച്, നരകത്തിൽ കാറ്റടിക്കുന്നത്, അതായത് സത്യത്തിൽ ഈ നരകവും സ്വർഗവും എന്ന് ആലോചിക്കുമ്പോൾ നരകം ചില ആളുകൾക്ക്, സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ മനസ്സിൽ നരകത്തെ പറ്റി പറയുമ്പോൾ ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഒരു വലിയൊരു കുഴി, ആ കുഴിയിൽ കുറേ തീ ഇങ്ങനെ ആളി കത്തിക്കുക, അതിലിങ്ങനെ കടന്ന് വെന്തെരിയുക. അങ്ങനെയല്ല, അതൊരു ലോകമാണ്, അതൊരു ജീവിതമാണ്. അവിടെ ഭക്ഷണമുണ്ട്, അവിടെ വെള്ളമുണ്ട്. നരകത്തിൽ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, അവിടെ ഭയമുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണോ മനുഷ്യൻ വെറുക്കുന്നത്, ഭക്ഷണം വെള്ളം പറഞ്ഞാൽ നല്ലതല്ല കേട്ടോ, വരുന്നുണ്ട്. അപ്പോൾ ഒരു ജീവിതമായിക്കൊണ്ടുള്ള അവസ്ഥയാണ് അവിടെ ഉള്ളത്. അവിടെ കൊടും തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്, നരകത്തിൽ കൊടും തണുപ്പുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള അവസ്ഥയാണ് നരകത്തിലുള്ളത്. അല്ലാതെ വെറുതെ എന്തോ തീയിലിട്ട് ഇങ്ങനെ കത്തിക്കുന്ന അതല്ല. ഓരോ അവസ്ഥ മാനസികമായിട്ടും ശാരീരികമായിട്ടും ശിക്ഷയുണ്ട്. ശരീരത്തിന് വേദനകളും ബുദ്ധിമുട്ടുള്ള പോലെ തന്നെ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ദുഃഖം നരകത്തിലുണ്ടാകും, ഭയമുണ്ടാകും, വെപ്രാളമുണ്ടാകും, അതുപോലെ തന്നെ അവൻ്റെ കരച്ചിലുണ്ടാകും. ഒരു ഹദീസിൽ കാണാം, ആ കരച്ചിൽ ഒരു കപ്പൽ ഓടിക്കാൻ മാത്രമുള്ള അത്രയും വലിയ രീതിയിൽ അവൻ്റെ കണ്ണീര് കരഞ്ഞുകൊണ്ട് പിന്നെ രക്തം കണ്ണീരായി വരുന്ന അവസ്ഥയുണ്ടാകും എന്ന് വരെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ എല്ലാ അവസ്ഥയും, മനുഷ്യൻ വെറുക്കുന്ന ഈ വികാരങ്ങളും വേദനയുമെല്ലാം നരകത്തിൽ ഉണ്ടാകും. നരകത്തിലെ കാറ്റിനെ പറ്റിയിട്ടും സൂറത്തുൽ വാഖിയയിൽ കാണാം, വസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ ഫി സമൂമിൻ വഹമീം. കുത്തി കയറുന്ന ചൂട് കാറ്റിലായിരിക്കും നരകാവകാശികൾ ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. ഇനി നരകത്തിൽ കത്തിക്കുന്ന ഇന്ധനം എന്താണ്? എന്തുകൊണ്ടാണ് ഈ നരകത്തെ ഇങ്ങനെ കത്തിക്കുന്നത്? അതിനെപ്പറ്റി അല്ലാഹു തആല പറയുകയാണ്. സൂറത്തുൽ ബഖറയിലെ 24-ാമത്തെ ആയത്തിൽ കാണാം, ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളി. അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും അതുപോലെ തന്നെ കല്ലുകളുമാണ് എന്ന് കാണാം. വേറെയും ആയത്തിൽ വഖൂദുഹന്നാസു വൽ ഹിജാറ എന്നതിൻ്റെ തഫ്സീറിൽ പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീറിൽ കാണാം, ഹിജാറത്തുൻ മിൻ കിബ്രീത്ത് ഖലഖഹല്ലാഹു ഇൻദഹു കമാ ശാ. കിബ്രീത്തിൽ നിന്നുള്ള വലിയ കല്ലാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള കല്ലാണ് അവിടെ നരകത്തിൻ്റെ ഇന്ധനമായി കത്തിക്കുക. കല്ല് കത്തുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ, കല്ല് കത്തുക എന്ന് അള്ളാഹു തആല പറയുമ്പോൾ തന്നെ അതൊരു വിറക് കത്തുന്നത് പോലെ കല്ലുകൾ കത്തിയിട്ട് ആ നരകം കത്തിക്കപ്പെടുന്ന അവസ്ഥ. അതുപോലെ മനുഷ്യരെയാണ് ഇന്ധനമായി കത്തിക്കപ്പെടുക എന്നുള്ളത്. ഇനി അതിൻ്റെ തീജ്വാലകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം, തീ കത്തുമ്പോൾ അതിൻ്റെ തീജ്വാലകൾ ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി അള്ളാഹു തആല പറഞ്ഞതാണ്. സൂറത്തുൽ മുർസലാത്തിൽ കാണാം, ഇന്നഹാ തർമി ബിശറരിൻ കൽ ഖസ്ർ. വലിയ കൊട്ടാരങ്ങൾ, വലിയ മണിമാളികകൾ എങ്ങനെയുണ്ടാവുക, അതുപോലെ ആയിട്ടും അതിൻ്റെ ചെറിയ ജ്വാലകൾ പോലും, തീനാളങ്ങൾ പോലെ ആ നിലക്ക് കത്തിജ്വലിക്കുന്ന ഒരുപാട് ഇങ്ങനത്തെ വലിയ കെട്ടിടങ്ങൾ മറ്റും വരുന്നത് പോലെ അതിൻ്റെ തീജ്വാലങ്ങൾ അതിനുണ്ടാകും എന്ന് അല്ലാഹു തആല ഖുർആനിൽ അറിയിക്കുകയാണ്. അതുപോലെ നരകത്തിൽ നിന്ന് ശബ്ദമുണ്ടാകും, അതും അല്ലാഹു തആല ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ കാണാം, ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുമൻ വസഫീറ. ദൂരെ നിന്ന് തന്നെ അതിനെ കണ്ടു കഴിഞ്ഞാൽ, നരകത്തെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അതിൻ്റെ ആ ഇരമ്പൽ, അതിൻ്റെ ആ നിലവിളി, അതിൻ്റെ ആ തരത്തിലുള്ളൊരു ശബ്ദം
അത് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കിൽ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഇദാ ഉൽഖൂ ഫീഹാ സമിഊ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. നരകത്തിലേക്ക് എറിയപ്പെടുമ്പോൾ ആളുകൾ മുറവിളി കൂട്ടുന്ന അവസ്ഥയിൽ ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ട് ചിന്തിച്ച് പാരായണം ചെയ്യണം. പല സലഫുകളും നരകത്തെക്കുറിച്ച് ഭയപ്പെട്ട അസ്റിൽ കാണാം. ചിലരെ പറ്റി പറഞ്ഞു കാണാം, ചിലർ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ അവർ ഈ ചൂടുള്ള പാത്രത്തിൽ എന്തെങ്കിലും ധാന്യമഴികൾ ഇട്ടാൽ അത് ചാടി കളിക്കുന്ന പോലെ കിടക്കയിൽ നിന്ന് അവർ എഴുന്നേറ്റിട്ട് അവരിങ്ങനെ പറയും, നരകത്തിനെ കുറിച്ചുള്ള ഭയം എൻ്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നു, നരകം എൻ്റെ ഉറക്കം കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യാറുണ്ട്, അവർ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്രത്തോളം നരകത്തിനെ കുറിച്ചുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. പലരും രാത്രി നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്ത് ചില ആയത്തുകൾ എത്തുമ്പോൾ ആ ആയത്തിനെ കുറിച്ച് ആലോചിച്ച് അവർ കരഞ്ഞുകൊണ്ട് ആ രാത്രി ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ ആ ആയത്ത് മാത്രം പാരായണം ചെയ്ത് നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും സലഫുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും അവരുമായിട്ട് എത്താൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം നമ്മൾ അശ്രദ്ധരാകുന്നത് എന്തുകൊണ്ടാണ് അറിയാം? നമ്മൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ, കുടുംബം, നമ്മുടെ കച്ചവടം, നമ്മൾ അതിൽ മുഴുകുന്നു, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ അതിന് സന്തോഷത്തിൽ മുഴുകുന്നു, നമ്മൾ അശ്രദ്ധമായി പോകുന്നുണ്ട് സ്വാഭാവികമായിട്ട്. ഇപ്പോൾ ദീനിൻ്റെ ഒരു സദസ്സിൽ ഈ ആയത്തുകളും ഹദീസുകളും പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പരലോകത്തെ നമ്മൾ വീട്ടിൽ ഓർത്തോളന്നില്ല, നമ്മുടെ കുട്ടികളിലൊപ്പം ഇരിക്കുമ്പോൾ ഓർത്തോളന്നില്ല. പക്ഷേ അശ്രദ്ധമായി പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിനെക്കുറിച്ച് പറ്റ മറന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും നമ്മൾ ആകാൻ പാടില്ല. അപ്പോൾ എപ്പോഴും നമ്മെ പുതുക്കിക്കൊണ്ടേ ഇരിക്കണം. അതിനുള്ളൊരു മാർഗമാണ് നരകത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ ഓർമ്മപ്പെടുത്തലുകളെല്ലാം. അപ്പോൾ നരകത്തിൻ്റെ ശബ്ദം അത്ര ഭയാനകമായ രീതിയിൽ ശബ്ദമുണ്ടാകും. ഇനി ഖസനതുഹ, നരകത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ള ആളുകൾ, നരകത്തിന് കാവൽക്കാരുണ്ട്. കാവൽക്കാരായിട്ടുള്ള ആളുകളെ പറ്റി അള്ളാഹു സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ ആയത്തിൽ അതിൻ്റെ ആളുകളെ പറ്റി പറയാണ്, അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ അലൈഹ മലായികത്തുൻ. ആ നരകത്തിൽ മലക്കുകളുണ്ട്, അതിൻ്റെ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നരകത്തിൻ്റെ കാര്യം മാത്രം നോക്കുന്ന മലക്കുകളുണ്ട്. നരകത്തിൻ്റെ കാവൽക്കാരനുണ്ട്, മാലിക് എന്നാണ് പേര്. മാലിക്കിനെ കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന അവസ്ഥയിലുള്ള അത്ര ഭയാനകമായിട്ടുള്ള മുഖവും രൂപവുമുള്ള ആളാണ് മാലിക് എന്ന മലക്ക് എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മലക്കുകളുണ്ട് അതിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടുള്ളത്. ഗിലാദുൻ ശിദാദുൻ, കടുത്ത പരിപരുത്ത രീതിയിലുള്ള സ്വഭാവവും കാണാനും പരിശുദ്ധ നിറഞ്ഞ ആ നല്ല ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ദുനിയാവിൽ ഒരാൾ ഒരു റഫായിട്ടുള്ള പെരുമാറ്റമാണ് എപ്പോഴും എന്നുണ്ടെങ്കിൽ അയാളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്കൊരു നല്ല ബന്ധമോ അടുപ്പമോ വെക്കാൻ പറ്റൂല. ഇത് അള്ളാഹു തആല നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് പറയും, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹു കൽപ്പിച്ചത് അതുപോലെ അവർ ചെയ്യും. അള്ളാഹുവിനെതിരായിട്ട് അവരൊന്നും ചെയ്യില്ല എന്ന് കാണാം. ഇനി നരകത്തിൻ്റെ കവാടങ്ങൾ, നമ്മൾ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എത്ര ഉണ്ട് എന്ന് പറഞ്ഞു? 8 കവാടങ്ങളാണ് നരകത്തിനുള്ളത് എന്ന് പറഞ്ഞു. സ്വർഗത്തിനുള്ളത് എന്ന് പറഞ്ഞു. നരകത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. സൂറത്തുൽ ഹിജ്റിലെ 44-ാമത്തെ ആയത്തിൽ, ലഹാ സബ്അതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉൻ മഖ്സൂം. 7 കവാടങ്ങളുണ്ട് നരകത്തിന്, 7 കവാടങ്ങളുണ്ട്. ആ 7 കവാടങ്ങളിലേക്കും അതിൻ്റേതായ ആളുകളും ഉണ്ടാകുമെന്ന്. ഓരോ കവാടത്തിലെയും പ്രവേശിക്കാൻ അതിൻ്റേതായിട്ടുള്ള ആളുകളും നിർണയിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാകും എന്ന് പറയാം. നരകത്തിൻ്റെ കവാടങ്ങളുടെ രീതി പറയുന്നിടത്ത് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. താഴെയായിട്ടാണ് ഉണ്ടാവുക, താഴെയായിട്ടാണ് നരകത്തിൻ്റെ കവാടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ദർജ അല്ല, ദർക്ക്. മുകളിലേക്ക് ഉയരുന്നതിന് ദർജ എന്ന് പറയും, താഴേക്ക് പോകുന്നതിന് ദർക്ക് എന്ന് പറയും. അപ്പോൾ സ്വർഗത്തിൽ ഉന്നതമായ ദർജകളാണുള്ളത്, നരകത്തിൽ എങ്ങനെയാണുള്ളത്? ദർക്കുകളാണുള്ളത്, താഴേക്കുള്ളത്. സ്വർഗത്തിൽ ഉയർന്നു പോയിക്കൊണ്ട് അനുഗ്രഹങ്ങൾ കൂടിക്കൂടി പോകും, നരകത്തിൽ താഴ്ന്നു പോയിക്കൊണ്ട് ശിക്ഷ കൂടിക്കൂടി പോകും. അങ്ങനെ കവാടങ്ങൾ താഴേക്കായിട്ടാണ് ഉണ്ടാവുക എന്ന് കാണാം. ഇനി എവിടെയാണ് നരകമുള്ളത്, എവിടെയാണ് നരകം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്
അതിനെക്കുറിച്ച് ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം ഭൂമിയുടെ അടിത്തട്ടിലാണ് എന്നുള്ളതാണ്. സ്വഹാബികളിൽ നിന്നുള്ള ചില അസറുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ സിജ്ജീൻ എന്നുള്ള രേഖയിൽ നരകാവകാശി ആളുകളുടെ പേര് രേഖപ്പെടുത്തണം, ആ സിജ്ജീൻ 7 ഭൂമിയുടെ അടിയിലാണ് എന്നുള്ളതൊക്കെ ചില ഹദീസുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. കൃത്യമായി നരകം എവിടെയാണ് എന്ന നിലക്ക് വന്നിട്ടില്ല. ഈ അസറുകളുടെ അടിസ്ഥാനത്തിൽ അധിക പണ്ഡിതന്മാരും ഭൂമിക്ക് അടിയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർ, അൽബാനിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ അത് ആകാശത്തിന് മുകളിൽ തന്നെയാണ്, ഇസ്രാ മിറാജിൻ്റെ ഹദീസും അതുപോലെ നരകത്തിൽ നിന്ന് എന്തെങ്കിലും താഴേക്ക് വീഴുന്നതുമായി ബന്ധപ്പെട്ട ഹദീസും ഭൂമിയിലേക്ക് എന്തെങ്കിലും വീണാൽ എന്ന് പറയുന്ന ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് മുകളിൽ തന്നെയാണ് എന്ന അഭിപ്രായം കാണാം. എന്നാൽ കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ള അഭിപ്രായം മനസ്സിലാക്കുന്നത് ഭൂമിയുടെ അടിത്തട്ടിലാണ്, നാളെ പരലോകത്തേക്ക് അതിനെ വലിച്ച് അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുക എന്നാണ്. അല്ലാഹു അഅലം. അപ്പോൾ പിന്നെ ഈ നിലക്ക് നരകത്തിൻ്റെ സ്ഥാനം അത് ഇങ്ങനൊരു അഭിപ്രായത്തിൽ കാണാം. എന്നിരുന്നാലും ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നരകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് കാണാം. ഇനി നരകത്തെ കൊണ്ടുവരുന്ന രീതി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തെ കൊണ്ടുവരുന്നത് നാളെ പരലോകത്തേക്ക് അള്ളാഹു തആല സൂറത്തുൽ ഫജ്റിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. അന്ന് നരകത്തെ കൊണ്ടുവരപ്പെടും, വലിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയിൽ ഉണ്ടാവുക എന്ന് ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറയാണ്, വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തെ കൊണ്ടുവരും. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യന് ഓർമ്മ വരും. അന്ന് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവർ, സ്വന്തം ഇച്ഛകൾക്ക് പ്രാധാന്യം കൊടുത്തവർ, അള്ളാഹുവിനെ അനുസരിക്കാത്തവർ, നിസ്കരിക്കാത്തവർ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പരിഗണിക്കാത്തവർ, അള്ളാഹുവിൻ്റെ ദീനിനെ പുച്ഛിച്ചവർ, ഇവർക്കൊക്കെ നരകത്തെ കാണുമ്പോൾ, നരകം കൊണ്ടുവന്നിട്ട് നരകത്തെ കാണുമ്പോൾ ഒരു തദക്കുർ ഉണ്ടാകുന്ന, അവർക്ക് ഓർമ്മ വരും. ഇത്രയും കാലം എന്ത് ചെയ്താൽ മതി, ഇത്ര കാലം കേട്ടൊക്കെ സത്യമാണല്ലോ, ഇത് യാഥാർത്ഥ്യമാണല്ലോ എന്നുള്ളതുണ്ടാവും. എന്നിട്ട് പറയാം വഅന്നാ ലഹു ദിക്റാ. അള്ളാഹു ചോദിക്കുകയാണ് എന്ത് കാര്യമാണ് അപ്പോൾ ഓർത്തിട്ട് എന്താ കാര്യം എന്നുള്ളത്. ഇതിൻ്റെ അടുത്ത ആയത്തുകൾ നമുക്കറിയാം, മനുഷ്യൻ വിളിച്ചു പറയും, ഞാൻ അള്ളാഹ് എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നെങ്കിൽ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് അവൻ നിലവിളിക്കുമെന്നാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഈ കൊണ്ടുവരൽ എന്ന് പറയുകയാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, യുഅ്താ ബി ജഹന്നം, നരകത്തെ കൊണ്ടുവരപ്പെടും. യൗമഇദിൻ ലഹാ സബ്ഊന അൽഫി സിമാമിൻ മഅ കുല്ലി സിമാമിൻ സബ്ഊന അൽഫി മലക്കിൻ യജുറൂനഹാ. നരകത്തിന് 70 ചങ്ങല ഉണ്ടാകും. ആ നരകത്തിനെ വലിച്ചു കൊണ്ടുവരാൻ 70 ചങ്ങലകൾ ഉണ്ടാകും. 70,000 ചങ്ങലകൾ ഉണ്ടാകും. അതിൽ ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ അതിനെ വലിച്ചു കൊണ്ടുവരും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും എന്തെങ്കിലും കഥയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സങ്കല്പിച്ച് എഴുതിയതോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ആദ്യമായിട്ട് ഈമാൻ ലഭിക്കുന്ന അല്ലെങ്കിൽ ഹിദായത്ത് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ സൂറത്തുൽ ഫജ്റൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. ആ ഫജ്റിലെ ആയത്തുകളൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൽബ് കൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ കാലദൈർഘ്യം എന്താക്കി, അത് ചിന്തിക്കാനുള്ള ശേഷി നമ്മുടെ കൽബിനെ ഇല്ലാതാക്കി. നമ്മുടെ കൽബിനെ കസ്വത്ത് ബാധിച്ചിട്ടുണ്ടാവും. ഇന്ന് സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. നരകത്തിനെ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാറില്ല. ചിലപ്പോൾ ഒരു കാലത്ത് അത് ആലോചിച്ച് പേടിച്ച് കരഞ്ഞ ആളുകളായിരിക്കും നമ്മൾ, അതിനെക്കുറിച്ച് ഭയപ്പെട്ട ആളുകളായിരിക്കും നമ്മൾ. പക്ഷെ ഇന്ന് നമുക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഖുർആൻ്റെ കുഴപ്പമാണോ? അല്ല, നമ്മൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ കൽബിന് ഒരുപാട് കസ്വത്ത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൽബ് നന്നായിരിക്കണം, നമുക്ക് ചിന്തിക്കാൻ പറ്റണം, നമ്മൾ ആലോചിക്കണം, അതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം. അപ്പോൾ അത്രയും ഭയാനകമായ നിലക്കാണ് ഇത്. എങ്ങനെയാ വെച്ചാൽ കസ്വത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഈ ഒരു ആയത്ത് കേൾക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് ഭയപ്പെടുന്ന ഒരവസ്ഥ കഴിഞ്ഞു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് കേൾക്കുമ്പോൾ ഒന്നും തോന്നാത്തൊരവസ്ഥ കഴിഞ്ഞു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അറിയോ? ഇങ്ങനെയൊന്നും ഉണ്ടാവൂല, ഇതൊന്നും ശരിയല്ല. 70,000 മലക്ക്, 70,000 ചങ്ങല, നരകത്തെ വലിച്ചു കൊണ്ടുവരിക, ഇതെന്തോ കഥയാണോ? പിന്നെ അടുത്ത നിഷേധമാണ്, അടുത്ത നിഫാക്ക്, കുഫ്ർ, അങ്ങനെയാണ് ആ വഴി പോവുക. നമ്മൾ ആ റൂട്ടിലാണെന്ന് പോലും നമ്മൾ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ, അള്ളാഹ് നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ, ഹിദായത്തിൽ ഉറപ്പിച്ചിരുത്തട്ടെ. ഞാൻ പറയുന്നത്, ഒരാൾ അങ്ങനെ പോകുന്നത് എന്ത് ചെയ്യില്ല, അവൻ മനസ്സിലാക്കൂല, അവനറിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും
ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും ഇരിക്കണം. അപ്പോൾ നരകത്തിനെ കൊണ്ടുവരുന്ന അവസ്ഥ അങ്ങനെയാണ്. ഇനി നരകത്തിലേക്ക് ആളുകളെ എറിയുന്ന അല്ലെങ്കിൽ ഈ നരകം കൊണ്ടുവന്ന് അതിലേക്ക് ഇടുന്ന ഒരു പറ്റി പറയുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, യുനാദി മുനാദ് ഫയഖൂൽ ലിയുൽഹിഖ് കുല്ലു ഖൗമിൻ കാനൂ യഅ്ബുദൂൻ കുല്ലു ഖൗമിൻ ബിമാ കാനൂ യഅ്ബുദൂൻ. നാളെ നരകത്തിലേക്ക് ആളുകളെ ഇടാൻ വേണ്ടി അവിടെ വിളിച്ചു പറയും, ആകാശലോക നരകം കൊണ്ടുവന്നിട്ട് വിളിച്ചു പറയും, ഓരോരുത്തരും എന്തിനെയാണോ ആരാധിച്ചിരുന്നത് അതിനോടൊപ്പം ആ നരകത്തിലേക്ക് എറിയട്ടെ എന്നുള്ളത് പറയും. ഫയദ്ഹബു അഹ്ലു സ്വലീബി മഅ സ്വലീബിഹിം, കുരിശിനെ ആരാധിച്ചിരുന്നവർ ആ കുരിശിനോടൊപ്പം നരകത്തിലേക്ക് പോകും. വഅഹ്ലുൽ ഔസാനി മഅ ഔസാനിഹിം, വിഗ്രഹങ്ങളെ ആരാധിച്ചവർ ആ വിഗ്രഹത്തിനോടൊപ്പം നരകത്തിലേക്ക് പോകും. വഅസ്ഹാബു കുല്ലി ആലിഹത്തിൻ മഅ ആലിഹതിഹിം, എന്തിനെയാണോ അവൻ ആരാധിച്ചിരുന്നത് ആ ആരാധ്യൻ്റെ കൂടെ അവർ നരകത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും, നരകാവകാശികൾ. എന്നിട്ട് പറയാണ് വയബ്ഖാ മൻ യഅ്ബുദുല്ലാഹ മിൻ ബർരിൻ വഫാജിരിൻ, അവസാനം ബാക്കിയാവുക അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ആളുകളായിരിക്കും. അതിൽ നല്ല ആളുകളുണ്ടാകും, പാപങ്ങൾ ചെയ്ത ആളുകളുണ്ടാവും. തൗഹീദുള്ള ആളുകൾ എന്തുണ്ടാവും? നല്ല ആളുകളുണ്ടാകും, പാപങ്ങൾ സംഭവിച്ച ആളുകളുണ്ടാവും. അവർ മാത്രം ബാക്കിയാവും. വഗബറാത്തു മിൻ അഹ്ലിൽ കിതാബ്, അതുപോലെ അഹ്ലി കിതാബിൽ നിന്ന്, ജൂത നസാറാക്കളിൽ നിന്ന് ദീൻ യഥാർത്ഥത്തിൽ കൊണ്ട് നടന്നിരുന്ന കുറച്ച് ആളുകളുണ്ടാവും. തുമ്മ യുഅ്താ ബിജഹന്നം തുഅറദു കന്നഹാ സറാബുൻ, പിന്നെ നരകത്തെ വീണ്ടും ഈ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരീചിക പോലെ ആയിരിക്കും. പോകും നരകം അവിടെ അങ്ങനെ ഉണ്ടാവും. അത് പോകും തോറും അത് എത്താത്ത അവസ്ഥയിലായിട്ട് അവസാനം അതിൽ പോയി വീഴുന്ന അവസ്ഥ അങ്ങനെ എത്തും എന്ന് ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത്രയും ഒരവസ്ഥയിൽ നരകത്തെ കൊണ്ടുവന്ന് അതിലേക്ക് കൊണ്ടുപോയി വീഴുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക എന്ന് പറയാം. ഇനി ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നാളെ പരലോകത്ത് നരകം കൊണ്ടുവരപ്പെടുന്ന അവസ്ഥയിൽ അന്ന് നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഭയങ്കര ഭയാനകമായിട്ടുള്ള ആയത്തുകളും ഹദീസുകളൊക്കെ ആ വിഷയത്തിൽ കാണാം. സൂറത്തുൽ അഹ്ഖാഫിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ അൽയൗം തുജ്സൗന മാ കുൻതും തഅമലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, നീ കാണും എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥയിൽ. മുട്ടുകുത്തി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭയത്തിൻ്റെയും ആ എന്താ പറയുക കീഴൊതുങ്ങിപ്പോയതിൻ്റെയും ആ അവസ്ഥയിലാണ് നിൽക്കുക. ഓരോ ആളുകളെയും അവരുടെ കിതാബിലേക്ക് ക്ഷണിക്കപ്പെടും, അവരുടെ കർമ്മങ്ങൾ എഴുതി വെച്ച ആ രേഖകളിലേക്ക് ക്ഷണിക്കപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഇത് മനസ്സിലാക്കാൻ തരാം. നമ്മൾ പലപ്പോഴും നമുക്ക് ചിന്ത കുറവായതുകൊണ്ടാണ് പലതും നമുക്ക് ഓർമ്മയിൽ പോവുക. നമ്മൾ ചിന്തിക്കൂല, ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കൂല. കുറച്ചേരം ഇരുന്ന് ആലോചിക്കണം ഈ കാര്യങ്ങളൊക്കെ. ഇന്ന് ആളുകൾക്ക്, ഞാൻ പലപ്പോഴും പറയാറുള്ള എൻ്റെ ദർശകളിലൊക്കെ പറയാറുള്ള പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്, ആളുകൾക്ക് ചിന്തിക്കാൻ സമയമില്ല. ചിന്തിക്കാൻ നമുക്ക് എന്ത് കിട്ടൂല? ഈ ഓർമ്മപ്പെടുത്തലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കിട്ടൂല. തഫക്കുർ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസത്തിൽ നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ടും പരലോകത്തെ പറ്റിയിട്ടും അള്ളാഹിനെ പറ്റിയിട്ടും ഖുർആനെ പറ്റിയിട്ടും അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളെ പറ്റിയിട്ടും മരണത്തെ പറ്റിയിട്ടൊക്കെ ഒഴിഞ്ഞിരുന്ന് ആലോചിക്കാൻ ഒരു സമയം കണ്ടെത്തണം. ഒരു നിസ്കാരത്തിന് ശേഷമാണ് കുറച്ച് നേരമാണെങ്കിലും പറഞ്ഞത് നമ്മുടെ കച്ചവടവും ജോലിയും തിരക്കിൻ്റെ ഇടയിൽ വന്ന് നിസ്കാരത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വേഗം നിസ്കരിക്കുന്നു, പോകുന്നു, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ ഇടയിലുള്ള സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കയറുന്നു, അവിടുന്ന് വാർത്ത കേൾക്കുന്നു, ഇവിടുന്ന് വേറെ കാണുന്നു. ഇതൊന്നും വേറെ ദീന് ചിന്തിക്കാൻ സമയമല്ല. ഖുർആൻ ഓതുമ്പോൾ പോലും എന്താണ് ഓതുന്നത് എന്ന് ശ്രദ്ധയില്ലാതെ ഖുർആൻ ഓതുന്നുണ്ടാവും, 10 പേജൊക്കെ ഓതുന്നുണ്ടാവും. ഞാൻ എന്താ ഓതിയത്, അതിലെന്താ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ലല്ലോ. ഖുർആൻ ഓതി. ഇത് സാധാരണക്കാർക്ക് മാത്രമല്ല, എത്ര ഇൽമുള്ള ആൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു അവസ്ഥയിൽ ഖൽബ് അശ്രദ്ധമായി പോകും. അത് നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്ന അവസ്ഥ എത്തുക. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കുഫറിലേക്കാണ് പോവുക. ഇതിനൊക്കെ നിഷേധിക്കുന്നതൊന്നും സംശയങ്ങൾ കയറിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഒന്നും ശരിയല്ല, അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതാണ്, ആ നിലക്കാണ് പോവുക. അതിനാണ് ആളുകൾ കുഫറിലെത്തുന്നത്. അള്ളാഹു നമ്മെ ഉറപ്പിച്ചു ചേർത്തട്ടെ. അപ്പോൾ മുട്ടുകുത്തിയ അവസ്ഥയിൽ അവർ നിൽക്കുന്നവർക്ക് അവരുടെ കിതാബിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, അവരുടെ കിതാബ് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും, എന്നിട്ട് അള്ളാഹു പറയുന്നത് അൽയൗമ തുജ്സൗന ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിനുള്ളതാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക.
എതിർക്കാൻ ഒന്നും പറ്റില്ല. ഒരു പ്രമാണം പോലെ നമ്മൾ ചെയ്തത് രഹസ്യത്തിലാവട്ടെ പരസ്യത്തിലാവട്ടെ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. സൂറത്ത് മറിയമിലെ 68-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫവറബ്ബിക്, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, ലനഹ്ശുറന്നഹും വശയാതീന സുമ്മ ലനുഹ്ദിറന്നഹും ഹൗല ജഹന്നമ ജിസിയ, തീർച്ച ആ തെമ്മാടികളായി ജീവിക്കുന്ന അള്ളാഹുവിനെ അനുസരിക്കാതെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളെയും പിശാചുക്കളെയും അവരൊക്കെ ഒരുമിച്ച് കൂട്ടി നരകത്തിന് ചുറ്റുമായി മുട്ടുകുത്തിയ അവസ്ഥയിൽ നാം നിർത്തുന്നതാണ് എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിർത്തും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ചില ഹദീസുകൾ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇന്നല്ലാഹ ഇദാ കാന യൗമുൽ ഖിയാമ യൻസിലു ഇലൽ ഇബാദി ലിയഖ്ദിയ ബൈനഹും, അന്ത്യനാളാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്കിടയിലേക്ക് വരും, അവരിടയിൽ തീർപ്പ് കൽപ്പിക്കാനായി. വകുല്ലു ഉമ്മത്തിൻ ജാസിയ, എല്ലാ സമൂഹവും മുട്ടുകുത്തിയ അവസ്ഥയിലായിരിക്കും. ഫഅവ്വലു മൻ യദ്ഉ ബിഹി റജുലുൻ ജമഅൽ ഖുർആൻ, ആദ്യത്തെ ആള് നരകത്തിലേക്ക് വിളിക്കപ്പെടുന്ന ആളാരാന്നറിയോ? ഖുർആൻ പഠിച്ചിട്ടുള്ള, അത് പഠിപ്പിച്ചിട്ടുള്ള ഒരാളായിരിക്കും. വറജുലുൻ ഖുതില ഫീ സബീലില്ലാ, രണ്ടാമത്തെ ആള് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഷഹീദായ ആളായിരിക്കും. മൂന്നാമത്തേത് വറജുലുൻ കസീറുൽ മാൽ, മൂന്നാമത്തെ ആൾ ധാരാളം സമ്പത്തുള്ള ആളായിരിക്കും, സദഖ കൊടുത്തിട്ടുള്ള ഒരാളായിരിക്കും. ഹദീസ് നമുക്കറിയാം, നരകത്തിൽ ആദ്യം എറിയപ്പെടുന്നത് മഹത്തായ കർമ്മങ്ങളായിരിക്കും, പക്ഷേ ഇഖ്ലാസ് ഇല്ലാതെ പോയതിൻ്റെ പേരിൽ. എന്നിട്ട് പറയാണ്, ഉലായിക സലാസതു അവ്വലു ഖൽഖില്ലാഹി തുസഅറു ബിഹിമുന്നാർ യൗമൽ ഖിയാമ, ഈ മൂന്നാളുകളാണ് നരകത്തിൽ ആദ്യമായി എറിയപ്പെടുന്ന ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നരകം കത്തിക്കപ്പെടുന്നതിൽ ആദ്യമായിട്ട് എറിയുന്നവരെ ആയിരിക്കും. അപ്പോൾ ഇഖ്ലാസ് ഇല്ലാത്തതിൻ്റെയാണ്. ആ ഹദീസ് വിശദമായ രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. മറ്റൊരു റിവായത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ഇന്നല ജഹന്നമ യൗമൽ ഖിയാമ ലസഫ്രതൻ മാ മിൻ മലക്കിൻ മുഖറബിൻ വലാ നബിയ്യ മുർസലിൻ ഇല്ലാ ഖറ ലിറുക്ബതൈ, നരകത്തിന് പരലോകത്ത് ഒരു മുറവിളിയുണ്ട്, ഒരു ശബ്ദമുണ്ടാക്കലുണ്ട്. ആ സമയത്ത് എല്ലാ മലക്കും നബിമാരും എല്ലാം മുട്ടുകുത്തിയ അവസ്ഥയിൽ അവർ വീണുപോകും, എല്ലാ മനുഷ്യരും. ഹത്താ ഇന്ന ഇബ്രാഹിമ ഖലീൽ അല്ലാഹി ലയഖൂൽ, ഇബ്രാഹിം അലൈഹിസ്സലാം പോലും പറഞ്ഞു പോകും, റബ്ബി നഫ്സി നഫ്സി, റബ്ബേ എൻ്റെ നഫ്സ് എൻ്റെ നഫ്സ്. ഹത്താ ലൗ കാന ലക അമലു 70 നബിയ്യൻ ഇലാ അമലിക്, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നിനക്ക് 70 നബിമാരുടെ അമല് നിനക്കുണ്ടെങ്കിൽ കൂടി, അത്ര അമല് 70 നബിമാർ ചെയ്തിട്ടുള്ള അമലൊക്കെ നിന്റെ അമലിലേക്ക് ചേർത്ത അവസ്ഥയിലുണ്ടെങ്കിൽ കൂടി, ലമനന്ത അല്ലാ തൻജു, നീ വിചാരിച്ചു പോകുന്നത് നീ രക്ഷപ്പെടൂല. അത്രയും ഭയമുണ്ടാക്കുന്ന അവസ്ഥയായിരിക്കും ആ നരകത്തെ കാണുമ്പോൾ ഉണ്ടാവുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്ന ഒരു അസറിൽ കാണാം. അതുപോലെ തന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രീതികൾ എങ്ങനെയാണ് എന്നുള്ളത് കാണാം. ചില ഖുർആൻ സൂറത്ത് തൂറിൽ പറയുന്നുണ്ട് 13-ാമത്തെ ആയത്തിൽ, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, ശക്തമായി വലിച്ചഴിച്ചുകൊണ്ടാണ് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് കാണാം. മറ്റൊരു രീതി എന്നുള്ളത് മുഖം കുത്തിയ അവസ്ഥയിൽ വലിച്ചഴിച്ചുകൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെടും എന്ന രീതിയിലൊക്കെ ഖുർആനിലും ഹദീസിലുമൊക്കെ വന്നിട്ടുണ്ട്. ഇനി വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷകൾ, നരകത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷകൾ അതെന്താണ്? അഹ്വനുഹും അദാബൻ, ഏറ്റവും ചെറിയ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ മൻ ലഹു നഅലാൻ വശറാകാൻ മിൻ നാരിൻ യഗ്ലി മിൻഹുമാ ദിമാഗുഹു. ഒരു വ്യക്തി ഉണ്ടാവും, അവന് 2 ചെരുപ്പേ ഉണ്ടാവുള്ളൂ, ചെരുപ്പും അതിൻ്റെ വള്ളി, 2 വള്ളിയുള്ള ചെരുപ്പ് നരകത്തിൽ ഉണ്ടാവുന്നതാണ്, തീ കൊണ്ടുണ്ടത്. അത് അവൻ്റെ തലയോട്ടിയുടെ മജ്ജ പോലും അഥവാ തലച്ചോറ് പോലും തിളച്ച് മറിയുന്ന അവസ്ഥയിലായിരിക്കും ആ ചൂടുണ്ടാവുക. കമാ യഗ്ലിൽ മിർജൽ മാ യറാ അന്ന അഹദൻ അശദ്ദ മിൻഹും അദാബൻ, അവൻ വിചാരിക്കും എന്നേക്കാൾ ശിക്ഷ ഒരാൾക്കും നരകത്തിലില്ല. ഏറ്റവും ചെറിയ ശിക്ഷ ആളുടെ അവസ്ഥ അറിയാം, എന്നേക്കാൾ ശിക്ഷ അവനില്ല. സ്വർഗത്തിൽ നേരെ എതിരാണ്. സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സ്ഥാനത്തുള്ള വിചാരിക്കും എന്നേക്കാൾ സുഖവും സൗകര്യം വേറെ ആൾക്ക് ഉണ്ടാവില്ല, വിചാരിക്കും എന്നേക്കാൾ വേറെ ആൾക്കില്ല.
വഇന്നഹു ലഹ്വനുഹും അദാബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവനാണ് അതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിട്ടുണ്ടാവുക എന്നുള്ളത്. വേറെ ഹദീസിൽ കാണാം നരകത്തിൽ തീയിൻ്റെ അളവ് ചില ആളുകൾക്ക് ഞെരിയാണി വരെ, ചില ആൾക്ക് മുട്ട് വരെ, അരക്കെട്ട് വരെ, ചില ആളുകൾക്ക് അവനെ മൂടി നിൽക്കുന്ന അവസ്ഥയിലൊക്കെ നരകത്തിലെ ശിക്ഷകൾ ഉണ്ടാകുമെന്നുള്ളത്. നരകാവകാശികളുടെ മുഖം എങ്ങനെയായിരിക്കും? സ്വർഗാവകാശികളുടെ മുഖത്തെ പറ്റി ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നരകാവകാശികളുടെ മുഖം എങ്ങനെയായിരിക്കും? കറുത്തിരുണ്ട അവസ്ഥയിലായിരിക്കും അവരുടെ മുഖം ഉണ്ടാവുക. കറുത്തിരണ്ട അവസ്ഥയിൽ. ഖുർആനിൽ തന്നെ സൂറത്ത് യൂനുസിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വല്ലദീന കസബുസ്സയ്യിആത്ത്, പാപങ്ങൾ ഓഹരിയായി കൂട്ടിയവൻ, പാപങ്ങൾ ചെയ്തു കൂട്ടിയവൻ, ജസാഉ സയ്യിഅത്തിൻ ബിമിസ്ലിഹാ വതർഹഖുഹും ദില്ല മാ ലഹും മിനല്ലാഹി മിൻ ആസിം, അവന് ആ പാപത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടാവും. നിന്ദ്യത അവനെ മൂടിപ്പൊതിഞ്ഞിട്ടുണ്ടാവും. നിന്ദ്യത അവനെ മൂടിപ്പൊതിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പറയാണ് അവന് രക്ഷിക്കാൻ ഒരാളുണ്ടാവില്ല. കന്നമാ ഉഖ്ശിയത് വുജൂഹുഹും ഖിത്അൻ മിനൽ ലൈലി മുദ്ലിമ, രാത്രിയുടെ ഇരുട്ടിൽ നിന്നൊരു ഭാഗം അവൻ്റെ മുഖത്ത് വന്ന് ബാധിച്ചതുപോലെ ആയിരിക്കും അവൻ്റെ മുഖം ഉണ്ടാവുക. അഥവാ ഇരുണ്ട് നിറഞ്ഞ് ഭയമുള്ള നിന്ദ്യതയായിട്ടുള്ള അവസ്ഥയിലായിരിക്കും അവൻ്റെ അവസ്ഥ ഉണ്ടാവുക എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നരകത്തിലെ രൂപം അത് മാറും, സ്വർഗത്തിലും മാറും. സ്വർഗത്തിലും ഓരോ മനുഷ്യരുടെ ശരീരവും നരകത്തിൽ ആളുകളുടെ രൂപം അത് വളരെ വലുതായിരിക്കും. രണ്ട് തോളുകൾ തമ്മിൽ ഒരു വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു കുതിര യാത്രികൻ 3 ദിവസം യാത്ര ചെയ്യേണ്ട ദൂരമെന്ന് കാണാം. അതുപോലെ തന്നെ നരകത്തിലെ തൊലിയെ പറ്റി പറയുന്നിടത്ത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഓരോ തവണ തൊലി വെന്തുരുകുമ്പോഴും വീണ്ടും വീണ്ടും തൊലി മാറ്റിക്കൊടുക്കും. സൂറത്ത് നിസായിലെ 56-ാമത്തെ ആയത്തിൽ. അതുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസിൽ കാണാം, ഇന്ന ഗിൽദ ജിൽദിൽ കാഫിർ 42 ദിറാഅൻ, കാഫിറിൻ്റെ തൊലി നരകത്തിൽ 42 ദിറാ എന്ന ചാണോളം തടിച്ചതായിരിക്കും. തൊലി കത്തിയേരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലിയാണ് വേദനിക്കാണ്ടാവുക. പക്ഷെ അത് നമ്മുടെ തൊലി പോലെയല്ല, വളരെ കട്ടിയിലുള്ള തൊലിയായിരിക്കും. അതുപോലെ തന്നെ അവൻ്റെ പല്ലുകൾ ഉഹുദ് പോലെ വലിയ പല്ലുകളായിരിക്കും, അണപ്പല്ലുകൾ. അവന് ഇരിക്കുന്ന അവൻ്റെ ഇരിപ്പിടം എന്നുള്ളത് കമാ ബൈന മക്കത വൽ മദീന, മക്കയും മദീനയും എത്ര വലുപ്പമുണ്ടോ അത്ര വലുപ്പത്തിലായിരിക്കും അവൻ്റെ ഇരിപ്പിടം ഉണ്ടാവുക, അതിൻ്റെ വഴിദൂരം ഉണ്ടാവുക എന്നുള്ളത്. കാരണം അത്ര വലിയ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. എന്തിനാണത്? ശിക്ഷ അത്രയും
അനുഭവിക്കാൻ വേണ്ടിയിട്ട് നരകാവകാശികളുടെ അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നരകത്തിലെ വസ്ത്രത്തെ പറ്റി വന്നിട്ടുണ്ട്. സറാബീലുഹും മിൻ ഖത്റാനിൻ, സൂറത്ത് ഇബ്രാഹിമിലെ 50-ാമത്തെ ആയത്തിൽ ടാറ് കൊണ്ടുള്ള അങ്ങനെയുള്ളത് കൊണ്ടുള്ള വസ്ത്രമായിരിക്കും നരകത്തിലുണ്ടാവുക. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നാഇഹതു ഇദാ ലം തതുബ് ഖബ്ല മൗതിഹാ, മരിച്ചവർക്ക് വേണ്ടി കരയാൻ വേണ്ടി വരുന്ന സ്ത്രീകൾ അങ്ങനെ കരഞ്ഞിട്ട് മരണത്തിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ തുഖാമു യൗമൽ ഖിയാമ വഅലൈഹാ സിർബാലുൻ മിൻ ഖത്റാൻ വദർഉ മിൻ ജർബിൻ, ചൊറിയുണ്ടാക്കുന്ന ടാറിൻ്റെ വസ്ത്രം, അതുപോലെ തന്നെ ശരീരം മൊത്തം ചൊറിയുണ്ടാക്കുന്ന വസ്ത്രം ഉണ്ടാവുമെന്ന്. വേറെ ചില ഹദീസുകൾ കാണാം, അത് എന്നിട്ട് ചൊറിയുന്ന സമയത്ത് മാംസം കയ്യിൽ പോന്ന് എല്ല് വെളിവാകുന്ന അവസ്ഥയിലാണ് അവിടുത്തെ ആ വസ്ത്രവും ചൊറിയും എല്ലാം ഉണ്ടാവുക. അവിടെ രോഗങ്ങളുണ്ടാകും, നരകത്തിൽ രോഗങ്ങളുണ്ട്, ചൊറി പോലെയുള്ള അതുപോലെ വൃത്തികെട്ട രോഗങ്ങൾ ഉള്ളതായിട്ട് ഹദീസുകളിൽ കാണാം. രോഗം എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള അവസ്ഥ. ഇനി അതിലെ ഭക്ഷണവും പാനീയങ്ങളും സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ സഖൂം ഇന്ന ശജറത സഖൂം തുആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, കഴിച്ചാൽ വയറ്റിൽ കിടന്ന് വെന്ത് തിളച്ച് മറിയുന്ന ഭക്ഷണമാണ് സഖൂം എന്നുള്ള മരത്തിൻ്റെ കായ് എന്നുള്ളത് കണ്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഒരു ഹദീസിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ആ സഖൂമിൽ നിന്നൊരു കഷ്ണമെങ്ങാനും ഭൂമിയിൽ വീണാൽ ഭൂമിയിലുള്ള ആളുകളുടെ ഭക്ഷണമൊക്കെ നശിച്ചു പോകുന്നു. ഒരു ചെറിയ കഷ്ണം ഭൂമിയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ആളുകളുടെ മഈശത്തെല്ലാം നശിച്ചു പോകും. അപ്പം എങ്ങനെ ഉണ്ടാവുക ഭക്ഷണത്തിൻ്റെ അവസ്ഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. ഫകൈഫ ബിമൻ ഹുവ തആമുഹു വലൈസ ലഹു തആമുൻ ഗൈറഹു, ഇതല്ലാത്ത ഒരു ഭക്ഷണം ലഭിക്കാതെ ഇത് മാത്രം ഭക്ഷണമായി ലഭിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് എന്തായിരിക്കും അവസ്ഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക. പിന്നുള്ളൊരു ഭക്ഷണം വരീഅാണ്. വരീഅ എന്നുള്ളത് ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഹ് ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ, സൂറത്തുൽ ഗാശിയ 6-7 ആയത്തുകൾ. അതുപോലെ തന്നെ മുള്ള് നിറഞ്ഞിട്ടുള്ള ഒരു കായ് പോലത്തെ ഭക്ഷണമാണെന്ന് കാണാം. അൽ ഗിസ്ലീൻ, സൂറത്തുൽ ഹാഖയിലെ 35-36 ഫലൈസ ലഹുൽ യൗമ ഹാഹുന ഹമീം വലാ തആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, അഥവാ നരകാവകാശികളുടെ മുറിയിൽ നിന്ന് ശരീരത്തിലെ മുറിയിൽ നിന്നും പിൻദ്വാരത്തിൽ നിന്നുമെല്ലാം പുറത്തേക്ക് വരുന്ന ഒരു ചലം പോലത്തെയാണ് ഗിസ്ലീൻ എന്നുള്ളത്. ഹമീം എന്നുള്ളത് നരകത്തിലെ പാനീയമായി കൊടുക്കുന്ന ഹമീം എന്നോ സുഖൂമ അൻ ഹമീമൻ ഫഖത്തഅ അംആഅഹും, സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ ആയത്താണ്. വെള്ളം ചോദിക്കും, ദാഹിക്കും, പക്ഷെ തിളച്ച് പറയുന്ന കുടിച്ചു കഴിഞ്ഞാൽ വയറും മറ്റുമെല്ലാം വെന്ത് ആകെ പിന്നെ അങ്ങനെ ലയിച്ചു പോകുന്ന ആ തരത്തിലുള്ള ചൂടുവെള്ളമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. അതിനെപ്പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത് അസ്വദു കമഹ്ലി സൈത്ത്, ജെയ്ത്തിൻ്റെ എണ്ണ കറുത്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുകയോ അതുപോലെയുള്ള അവസ്ഥയിൽ, ആ എണ്ണ തിളപ്പിച്ചുണ്ടാവുന്ന പോലെ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന്. അതുപോലെ ഖസ്സാഖ്, അവിടെ കുടിക്കാൻ കിട്ടുന്ന നരകത്തിലെ ഒരു പാനീയമാണ്. സൂറത്ത് സ്വാദിലെ 57-58 ആയത്തിൽ ഹാദാ ഫൽയദൂഖുഹു ഹമീമുൻ വഗസ്സാഖ്. ഖസ്സാഖ് എന്നുള്ളത് ഇതുപോലെ ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നതാണ്, പക്ഷെ കൂട്ടും തണുത്തതായിരിക്കും, നല്ല തണുപ്പുള്ള തരത്തിലുള്ള പാനീയമായിരിക്കും ഖസ്സാഖ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ നിലക്കുള്ള കാര്യങ്ങൾ ഭക്ഷണവും പാനീയവുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നരകത്തിൻ്റെ ചങ്ങലകൾ ഓരോ ആളുകളുടെയും പിരടിയിൽ ചങ്ങലയിലിട്ട് വലിച്ചുകൊണ്ടാണ് നരകത്തിലുണ്ടാവുക, ചങ്ങലയിൽ ബന്ധിതമായ അവസ്ഥയിലായിരിക്കും. സൂറത്ത് ഗാഫിർ കാണാം, ഇതില്ല ഗലാലു 71-ാമത്തെ ആയത്ത്, ഇതില്ല ഗലാലു ഫി അനാഖിഹിം വസ്സലാസിൽ യുസ്ഹബൂൻ, കഴുത്തിന് ചുറ്റും ചങ്ങലയിലായിക്കൊണ്ട് വലിച്ചഴിച്ചിട്ടാണ് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോവുക എന്നും ഹദീസിൽ കാണാം. അതുപോലെ തന്നെ നരകത്തിൻ്റെ ശിക്ഷയെ അവർ പ്രതിരോധിക്കുന്നത്, അവർ തടയുന്നത് കൈകൊണ്ടൊന്നാവൂല, മുഖം കൊണ്ടായിരിക്കും അവരതിനെ തടയുക എന്ന് കാണാം. സൂറത്ത് സുമറിലെ 24-ാമത്തെ ആയത്തിൽ അഫമയ്യത്തഖീ ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ, അന്ത്യനാൾ ശിക്ഷ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ കൈകൊണ്ടല്ല തടയുക, ഇത് മുഖം കൊണ്ടാണ് അതിനെ തടയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ കിടപ്പറ, അവിടുത്തെ പുതപ്പ്, വിരിപ്പ് ഇതൊക്കെ തീ കൊണ്ടുള്ളതാണ് എന്ന നിലക്ക് ഖുർആനിലെ ആയത്തുകൾ സൂറത്തുൽ ഖമറിലെ 48, സൂറത്തുൽ അഹ്സാബിലെ 66 എന്നീ ആയത്തുകളിൽ സൂറത്തുൽ അറാഫിലെ 41-ാമത്തെ ആയത്തിൽ വിരിപ്പും പുതപ്പുമെല്ലാം, അതുപോലെ അവിടെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ അവിടെ ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥ സൂറത്തുൽ ഖമർ 48 ഉള്ള ആയത്തുകളിലൊക്കെ കാണാം. അതുപോലെ നരകത്തിൽ തടവറകളുണ്ട്, സിജിനുകളുണ്ട്. അതിൽ ചില പേരുകൾ അൽ ഹഫ്റു ദയ്യിഖ
എന്നൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു കാര്യം സൂറത്തുൽ ഫുർഖാനിലെ 13-ാമത്തെ ആയത്തിൽ അതിൻ്റെ വിശദീകരണമായിട്ടുള്ള ചില ഹദീസുകൾ കാണാം. അതുപോലെ ബൂലസ് എന്നു പേരുള്ള അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ള ഹദീസിൽ ബൂലസ് എന്നു പേരുള്ള ഒരു തടവറ നരകത്തിലുണ്ട് എന്ന് സിജുനും മിൻ ജഹന്നം യുസമ്മ ബൂലസ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ അവിടെ തീനത്തുൽ ഖബാൽ ഭക്ഷിക്കാൻ കൊടുക്കുന്ന തീനത്തുൽ ഖബാൽ അതുപോലെ മ്ലേച്ഛമായിട്ടുള്ള ഒരു പാനീയം അതൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് എന്ന രീതിയിൽ ഹദീസിൽ കാണാം. അങ്ങനെ വ്യത്യസ്ത ശിക്ഷകൾ അതിൽപ്പെട്ടതാണ് അവ നരകത്തിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ശാപം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. മലക്കുകളുടെയും എല്ലാവരുടെയും കുല്ലമാ ദഖലത് ഉമ്മത്തുൻ ലഅനത് ഉഖ്തഹ ഹത്താ ഇദ ദാറകു ഫീഹാ ജമീഅ, അതിൽ കിടക്കുന്ന എല്ലാ ആളുകളും പരസ്പരം ശപിച്ചുകൊണ്ടിരിക്കും. ഒരു കൂട്ടർ കയറി കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ വരുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ട് ശപിച്ചുകൊണ്ടിരിക്കും. ശപിച്ച് നാശം എന്നുള്ളതിലേക്ക് ശപിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയായിരിക്കുമെന്ന് സൂറത്തുൽ അറാഫിലെ 38-ാമത്തെ ആയത്തിൽ പറയാണ്. ഇനി അവരുടെ ശ്വാസോച്ഛ്വാസം, അവിടെ ശ്വസിക്കുന്ന അവസ്ഥയുണ്ട്. അവരുടെ ആ ശ്വാസത്തെ പറ്റി വിശ്വാസം പറഞ്ഞൊരു ഹദീസ് എന്താണെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ലൗ കാന ഫീ ഹാദൽ മസ്ജിദി 100,000 ഔ യസീദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മസ്ജിദിൽ 1,00,000 കണക്കിന് ആളുകളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ധാരാളം ആളുകളുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് പറഞ്ഞു 10,000 കണക്കിന് അത്രയും ആളുകളുണ്ട് വിചാരിക്കുക. വഫീഹി റജുലുൻ മിൻ അഹ്ലിന്നാർ, അത് ആ മസ്ജിദ് നിറയെ ആളുകൾ, അതിൽ ഒരു നരകാവകാശിയായ ആൾ വരെയാണ്. ഫതനഫസ ഫഅസ്ഹാബുഹും നഫസുഹു, അവൻ എന്ത് ചെയ്യാണ്, ഒന്ന് ശ്വസിച്ച് ഇതാവുകയാണ് എങ്കിൽ ലഹ്തറഖൽ മസ്ജിദ് വമൻ ഫീഹി, ആ മസ്ജിദും അതിലുള്ളവരെല്ലാം കൂടി കത്തിപ്പോകുന്നു. അത്രയും മാരകമായിട്ടുള്ള അവസ്ഥയായിരിക്കും അവിടുത്തെ ശ്വാസങ്ങൾ എന്ന് കാണാം. അതുപോലെ നരകത്തിലെ പാമ്പുകളും തേളുകളും, ഒരു പാമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിന്നാരി ഹയ്യാത്തുൻ, പാമ്പുകളുണ്ട്, കംസാലി അനാക്കിൽ ബുഖ്ത്, ഒട്ടകത്തിൻ്റെ കഴുത്ത് പോലെ വലിപ്പവും നീളവുമുള്ള, അതിൻ്റെ ഒരു കടി കയറ്റി കഴിഞ്ഞാൽ ആ വേദന 40 വർഷത്തോളം നിലനിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തേളുകൾ, കോവർ കഴുതയുടെ വലിപ്പമുള്ള തേളുകൾ ഉണ്ടാകും, അതിൻ്റെ കടിയേറ്റാലും 40 വർഷത്തോളം വേദന അനുഭവിക്കുന്ന തേളുകളാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പാറ്റകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നരകത്തിലുണ്ടാവും. ഒരു ഹദീസിൽ കാണാം, അത് ദുബാബു കുല്ലുഹു ഫിന്നാർ ഇല്ല നഹൽ, എല്ലാവിധ പ്രാണികളും ഉണ്ടാവും. നമുക്കൊരു 5-8 കൊതു കുറേ നേരം നമ്മുടെ ചുറ്റും, അല്ലെങ്കിൽ ഈച്ച കുറേ നേരം നമ്മുടെ ചുറ്റും വന്നാൽ നമുക്ക് പറ്റൂല. എല്ലാവിധ പ്രാണികളും അവിടെ ഉണ്ടാകും. ഈ നെഹൽ ഒഴികെ, നെഹൽ എന്താണ്, തേനീച്ച ഒഴികെ പിന്നെ ബാക്കി എല്ലാ പാറ്റ ഇനത്തിൽ പെടുന്നതൊക്കെ നരകത്തിലുണ്ടാകും. അഥവാ ശിക്ഷയായിക്കൊണ്ട്, മനുഷ്യർക്ക് ശിക്ഷയായിക്കൊണ്ട് അവിടെ ഉണ്ടാകും. അതുപോലെ വ്യത്യസ്ത ജീവികൾ ഉപദ്രവകാരികളായിട്ടുള്ളത്. അതുപോലെ ശിക്ഷയിൽപ്പെട്ടതാണ് മഖാമിഉ മിൻ ഹദീദിൻ, ഇരുമ്പിൻ്റെ ദണ്ടുകൾ ഉണ്ടാകും. നരകത്തിൽ കിടക്കുന്ന ആളുകൾക്ക് അടിക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ ദണ്ടുകൾ. ഉമർ റളിയല്ലാഹു അൻഹു റിവായത്തിൽ കാണാം, അക്സിറു ദിക്റന്നാർ, നിങ്ങൾ നരകത്തെ ധാരാളമായി ഓർക്കണമേ. ഫഇന്ന ഹർറഹ ഷദീദുൻ, അതിൻ്റെ ചൂട് ഭയങ്കരമാണ്. വഇന്ന ഖറഹ ബഈദുൻ, അതിൻ്റെ ആഴം വളരെ വലുതാണ്. വഇന്ന മഖാമിഅഹ ഹദീദുൻ, അതിലെ ദണ്ടുകൾ ഇരുമ്പിൻ്റെതാണ് എന്ന് പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു റിവായത്തിൽ കാണാം. അതുപോലെ വേറെ ചില ഹദീസുകൾ കാണാം, നരകത്തിൽ വയറ്റിലുള്ളതെല്ലാം പുറത്ത് കിടക്കുന്ന കുഴൽമാലകൾ പുറത്തിട്ട് കൊണ്ട് കറങ്ങുന്ന ആളുണ്ടാകും. അഥവാ ദുനിയാവിൽ ആളുകൾക്ക് നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് സ്വന്തം ജീവിതത്തിൽ അത് പകർത്താതിരുന്ന ആളുകൾ നരകത്തിൽ കുഴൽമാലയെല്ലാം പുറത്തിട്ട് അതിനെ ചുറ്റി കറങ്ങുന്ന പോലെ അവസ്ഥയിലുണ്ടാകും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. വളരെ ഭയപ്പെടുത്തുന്ന ഒരു ഹദീസാണത്. നമ്മളെ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്, നമ്മുടെ ബാധ്യതയെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്, എന്നാൽ ജീവിതത്തിൽ അത് പകർത്തിയിട്ടില്ല എങ്കിൽ നാളെ നരകത്തിലെ ശിക്ഷയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത ആളുകൾക്ക്, സ്വന്തത്തെ വധിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ ശിക്ഷ എങ്ങനെയാണോ അവർ മരണപ്പെട്ടിട്ടുള്ളത് ആ രീതിയിലായിരിക്കും. ഹദീസിൽ വന്ന പോലെ ഇരുമ്പ് കൊണ്ട് എന്തെങ്കിലും കുത്തിയിട്ടോ മറ്റോ ആണെങ്കിൽ അതുപോലെ നരകത്തിലുണ്ടാകും. അല്ലെങ്കിൽ എങ്ങനെയാണോ അവൻ ചെയ്തിട്ടുള്ളത്, പർവ്വതത്തിൻ്റെ മുകളിൽ ചാടിയിട്ടാണെങ്കിൽ അങ്ങനെ അത് ഉണ്ടാകും എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ശിക്ഷകൾ, നിന്ദ്യതകൾ, അതുപോലെ തന്നെ കരച്ചിൽ നരകത്തിലുണ്ടാകും. ആ കരച്ചിൽ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഹ്ലന്നാരി ലയബ്കൂൻ, നരകാവകാശികൾ കരയും. ഹത്താ ലൗ ഉജ്രിയത്തിസ് സിഫ്നു ഫീ ദുമൂഇഹിം ലജറത്ത്, ഒരു കപ്പൽ അതിൽ ഓടിച്ചു കഴിഞ്ഞാൽ അത് ഓടിക്കാൻ പറ്റുന്ന അത്ര കണ്ണീരുണ്ടാവും. വൈന്നഹും ലയബ്കൂന ദം, അങ്ങനെ രക്തം
അവരുടെ കണ്ണീരിൻ്റെ സ്ഥാനത്ത് രക്തം വരുന്ന അവസ്ഥയുണ്ടാകും. ഇനി നരകത്തിൻ്റെ അവസ്ഥ എന്താണ്? ശിക്ഷ ദവാമുൽ അദാബാണ്. ആ ശിക്ഷയ്ക്ക് ഒരു കുറവുണ്ടാവില്ല എന്നാണ്, ഒരു കുറവുണ്ടാവില്ല. അല്ലാഹു തആല പറയാണ് സൂറത്ത് ഫാത്തിറിലെ 36-ാമത്തെ ആയത്തിൽ, വല്ലദീന കഫറു ലഹും നാറു ജഹന്നം ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു. നരകാവകാശികൾ അവർക്ക് ശിക്ഷ അനുഭവിക്കുമ്പോൾ അവരുടെ മേലെ മരണം തീരുമാനിക്കൂല. ലാ യുഖ്ളാ അലൈഹിം, അറബിയിൽ നല്ല രീതിയിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുള്ളത്. ലാ യുഖ്ളാ അലൈഹിം, അവരുടെ മേലെ അത് തീരുമാനിക്കപ്പെടില്ല. ഫയമൂതു, അങ്ങനെ മരണം തീരുമാനിച്ചിരുന്നെങ്കിൽ അവർക്കൊന്ന് മരിക്കാമായിരുന്നു. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സി കുല്ല കഫൂർ. ശിക്ഷയിൽ നിന്ന് ഒട്ടും കുറയൂല, കൂടുക എന്നല്ല. നമ്മൾ ആലോചിച്ച് നോക്കി, ഇന്ന് അനുഭവിക്കുന്ന ഒരു വേദന നാളേക്ക് കൂടുക, മറ്റന്നേക്ക് കൂടുക, കൂടിക്കൂടി വരിക എന്നല്ലാതെ കുറയുന്ന അവസ്ഥ എവിടെ ഇല്ല? നരകത്തില്ല. സാധാരണ എന്താ ഉണ്ടാവുക? ഒരു കാര്യം കുറഞ്ഞു വരുന്ന അവസ്ഥ ഉണ്ടാവുക, പക്ഷെ ഇത് കൂടിക്കൂടി വരുന്ന അവസ്ഥ ഉണ്ടാവുക. സൂറത്ത് ഇബ്രാഹിമിലെ 17-ാമത്തെ ആയത്തിൽ കാണാം, വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാനിൻ വമാ ഹുവ ബിമയ്യിത് വമിൻ വറാഇഹി അദാബുൻ ഖലീൽ. അവരുടെ ഓരോ ഭാഗത്തും മരണം വന്നുകൊണ്ടേയിരിക്കും. അതായത് അവർ വിചാരിക്കുക ഓരോ ശിക്ഷ ഇതിലാണ്ട് മരിച്ചു പോവും, ഇതിലാണ്ട് മരിച്ചു പോവും, മരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവർ ജീവിക്കുക. പക്ഷേ മരണം അവർക്ക് വരികയില്ല. അവർ അവസാനിക്കുമെന്ന് വിചാരിക്കും അതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും അതിൻ്റെ പിന്നിലുണ്ടാവുക എന്ന് പറയുകയാണ്. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ സൂറത്ത് നബയിലെ 30-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഫദൂഖൂ ഫലൻ നസീദക്കും ഇല്ലാ അദാബ. നിങ്ങൾ ആസ്വദിച്ചോളി, നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ ഒന്നും അനുഭവിക്കാനില്ല. അവരുടെ നിലവിളിയെക്കുറിച്ച് അല്ലാഹു തആല പറയാണ്, വഹും യസ്തരിഖൂന ഫീഹാ. അവരവിടെ മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്താ പറയാ അറിയോ? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ, ഞങ്ങളൊന്ന് പുറത്താക്കണം, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതിരുന്ന് ഞങ്ങൾ ചെയ്തോളാം എന്നവർ നിലവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും. അല്ലാഹു പറയും, നിങ്ങൾക്ക് ആയുസ് തന്നതല്ലേ, ചിന്തിക്കാനുള്ള സമയം തന്നതല്ലേ, റസൂലിനെ അയച്ചതല്ലേ, നിങ്ങൾക്ക് നര ബാധിച്ചില്ലേ? ആയത്തിൻ്റെ തഫ്സീറുള്ളതാ. നിങ്ങൾക്ക് നര ബാധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് പല രോഗങ്ങൾ വന്നില്ലേ? നിങ്ങൾക്ക് വാർദ്ധക്യം വന്നില്ലേ? അപ്പോഴൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പോഴൊന്നും ഇതൊന്ന് ചിന്തിക്കാൻ പറ്റിയില്ലേ ദുനിയാവൊന്ന് വിട്ടു പോകണമെന്നുള്ളത് എന്ന് അല്ലാഹു മറുപടി പറയുന്നതാ. വജാഅക്കുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരൻ. ആ നദീറിൻ്റെ തഫ്സീറുകൾ കാണാം, 1 റസൂല്, 2 നര, 3 രോഗം, വാർദ്ധക്യം, ഇങ്ങനെയൊക്കെ തഫ്സീർ ചെയ്ത് കാണാൻ സാധിക്കും. അതായത് മരിക്കുമെന്ന് അറിഞ്ഞില്ലേ? അവസാനമായിട്ട് നരകാവകാശികൾ അവരൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഹായം തേടുന്ന ഒരു സംഭവം ഒരു അസറിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, വയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ് ബിഅസ ശറാബ് വസാഅത് മുർതഫഖ. അവർ വെള്ളം ചോദിക്കുക, ചോദിക്കുന്ന സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കും. പക്ഷെ ആ വെള്ളം കുടിക്കാൻ വേണ്ടി അവരുടെ മുഖത്തിനടുത്ത് വെച്ച ആ മുഖം തന്നെ വെന്തുരുകിയിലേക്ക് വീഴുന്ന, വെള്ളം കുടിക്കാൻ വേണ്ടി മുഖത്തിൻ്റെ അടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ചൂട് കാരണം മുഖം വെന്തുരുകി അതിലേക്ക് വീണു പോകുന്ന അവസ്ഥ. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മൗഖൂഫായിട്ട് പറയുന്നുണ്ട്, ഇന്ന അഹ്ലൻ നാരി യദ്ഊന മാലിക്കൻ. നരകാവകാശികൾ നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക്കിനെ വിളിച്ചുകൊണ്ടേയിരിക്കും. യാ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക്, നിന്റെ റബ്ബിനോട് ഞങ്ങളുടെ വേല മരണം ഒന്ന് വിധിക്കാൻ പറയും. സൂറത്ത് സുഖ്റുഫിലെ 77-ാമത്തെ ആയത്തിൻ്റെ ഭാഗമാണ്. മരണം ഒന്ന് വിധിക്കാൻ പറയും. ഫലാ യുജീബുഹും 40 ആമ 40 വർഷം മാലിക്കൊരു മറുപടിയും കൊടുക്കൂല. സുമ്മ യഖൂൽ, എന്നിട്ട് പറയും, ഇന്നഹും മാകിസൂൻ. 40 വർഷം അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു ഉത്തരം കൊടുക്കൂല. എന്നിട്ട് പറയും, നിങ്ങൾ നരകത്തിൽ സ്ഥിരം കിടക്കാനുള്ളവരാണെന്ന് പറയും. സുമ്മ യദ്ഊന റബ്ബഹും, പിന്നെ നരകത്തിൽ കിടന്ന് അവർ റബ്ബിനെ വിളിക്കും. അവർ പറയും, റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 106, 107 ആയത്തുകളാ. റബ്ബേ, ഞങ്ങൾക്ക് ഈ ദോഷം ബാധിച്ചു, ഞങ്ങൾ ദുൽമ ചെയ്തവരായി, ഞങ്ങളൊന്ന് മടക്കണം, ഈ മടങ്ങിയാൽ ഞങ്ങൾ നേരാവണ്ണം ആയിക്കോളാം, ഞങ്ങൾ ഇനി പഴയ പോലെ ആകൂല എന്നൊക്കെ അവർ പറയും. ഫലാ യുജീബുഹും മിസ്ല ദുനിയ. അവർ ദുനിയാവിൽ എത്ര കാലം താമസിച്ചോ അതുപോലെ തന്നെ അവർക്ക് ഉത്തരം ചെയ്യില്ല. ദുനിയാവിൽ അവർ തേടിയിട്ട് അവരെ ഇതാക്കാത്ത പോലെ തന്നെ, അഥവാ അള്ളാഹു പറഞ്ഞിട്ട് അവർ കേൾക്കാത്ത പോലെ തന്നെ അള്ളാഹു ഉത്തരം ചെയ്യില്ല. സുമ്മ യഖൂൽ, എന്നിട്ട് പറയും, ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ. മുഅ്മിനൂനിലെ 108-ാമത്തെ ആയത്ത്, നിങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ചോളി, നിങ്ങൾ എന്നോട് വർത്താനം പറയാൻ നിൽക്കണ്ട, സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറയും. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുമ്മ യഇസൽ ഖൗം, പിന്നെ അവർക്ക് എന്തായി? യഇസുൽ ഖൗം, അവർക്ക് നിരാശയാവും, ഇനി രക്ഷയില്ല. ഫമാ ഹുവ ഇല്ല സഫീർ വശഹീഖ്, പിന്നെ നിലവിളിയും മുറവിളിയും അല്ലാതെ ഒന്നും ആ നരകത്തുണ്ടാവില്ല. തശബ്ബഹ അസ്വാത്തുഹും അസ്വാത്തുൽ ഹമീർ,
കഴുതകൾ കരയുന്നത് പോലെ അവരവിടെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവ്വലുഹ ഷഹീഖുൻ വാഖിറുഹ സഫീറുൻ, നിലവിളിയും ദുഃഖവും മുറവിളിയുമായിട്ട് ആ നരകത്തിൽ കടന്ന് അവർ ശാശ്വതരായി ജീവിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നരകം എന്നുള്ളത് സത്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവർക്കുള്ള ഭവനമാണ്. അതുകൊണ്ട് ആ നരകത്തിൽ നമ്മൾ രക്ഷ തേടണം. ദിവസത്തിൽ ഒരു നേരമെങ്കിലും ആത്മാർത്ഥതയോടുകൂടി നരകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ നാവിൽ നിന്നുണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ കൽബിൽ ഒരു തേടണം. നരകത്തെ മറന്ന ഒരാളുകളായിട്ട് നമ്മൾ മാറരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ആ നരകത്തിന് മുകളിലുള്ള പാലം മുറിച്ച് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, വേഗത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അതുപോലെ മുസ്ലിമീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.